ഇത്രയും ചെറിയ രാജ്യത്തെ റഷ്യ ആക്രമിക്കുന്നതിൽ നമ്മളൊരിക്കലും യുദ്ധം ആവശ്യമുണ്ട് എന്നോ യുദ്ധം ഉണ്ടാകണമെന്നോ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗക്കാരല്ല. പക്ഷേ ആ യുദ്ധം ഉണ്ടാകുന്നതിന് ഇടയായ സാഹചര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കപ്പെടുമ്പോൾ അത് ബോധപൂർവമായി അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ കൂടി ഇടപെടൽ അടിസ്ഥാനത്തിലാണ് ആ യുദ്ധം ഉണ്ടായി എന്നുള്ളത് അത് കഴിഞ്ഞ പാർട്ടി ജർമ്മനിയിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ കാലയളവിൽ തന്നെയാണ് നമ്മൾ ഗാസയിലെ അധിനിവേശത്തിൽ ഒരിക്കലും നമ്മളെപ്പോലൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഈ അധിനിവേശത്തിനെതിരായി വർത്തമാനം പറയാതിരിക്കാൻ വേണ്ടി കഴിയില്ല. ഇപ്പൊ പാലസ്തീനിൽ ഉണ്ടാകുന്ന അധിനിവേശത്തെ സംബന്ധിച്ച് നമ്മുടെ പാർട്ടി കൃത്യമായ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അപ്പൊ അതുകൊണ്ട് ഹമാസിനെ ഏതെങ്കിലും നിലയിൽ അനുകൂലിക്കുന്ന ഒരു സമീപനവും നമ്മുടെ പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട്. ഒരു യുദ്ധത്തിലും പങ്കെടുക്കാത്ത നിരാലംബരായ ആൾക്കാർ, ആയിരക്കണക്കിന് ആൾക്കാരെ വധിക്കുന്ന നിലയിലേക്ക് മാറുന്നു. ആ യുദ്ധങ്ങൾ പരിശോധിക്കാൻ, ആ യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ ലോകരാഷ്ട്രങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രങ്ങൾക്കോ അത് ഇടപെട്ട് പരിഹരിക്കാൻ വേണ്ടി കഴിയാത്ത നിലയിലേക്ക് കഴിഞ്ഞ 2020 ഒക്ടോബർ 7-നാണ് ഈ പാലസ്തീൻ അതുപോലുള്ള യുദ്ധം അതിനുശേഷം നമ്മൾ വലിയ കാഴ്ചകളാണ് കണ്ടത്. അവസാനം ഒടുവിൽ ലെബനനിലേക്ക് വലിയ ആക്രമണം നടക്കുന്ന സ്ഥിതി. അപ്പോൾ യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന നിലപാട് നമ്മൾ അല്ലെങ്കിൽ പാർട്ടി സ്വീകരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളെ സംബന്ധിച്ച് കൃത്യമായി പാർട്ടിയുടേതായ നിലപാട് ഉണ്ട്. അത് കൃത്യമായി പാർട്ടി എല്ലാ ഘട്ടത്തിലും അടയാളപ്പെടുത്തിപ്പോഴും ലോകത്താകെ ഉണ്ടാകുന്ന ഈ തരത്തിലുള്ള യുദ്ധങ്ങൾ അത് സാമ്പത്തികപരമായ തകർച്ചയ്ക്ക് ലോകരാഷ്ട്രങ്ങളെ അല്ലെങ്കിൽ യുദ്ധത്തിനെതിരെ അനുഭവിക്കുന്ന രാഷ്ട്രങ്ങളെ ബാധിക്കുമെന്നുള്ള പാർട്ടിക്കുമായിട്ടാണ്. ആഗോളവൽക്കരണ നയങ്ങൾ ഈ പറഞ്ഞ യുദ്ധങ്ങൾക്ക് കാരണമാകും, അല്ലെങ്കിൽ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ആഗോളവൽക്കരണ രാജ്യങ്ങൾ അല്ലെങ്കിൽ ആ നിലയിലേക്കുള്ള സാമ്രാജ്യത്വ രാജ്യങ്ങളുടെ രാഷ്ട്രീയ താല്പര്യം കൂടി നടപ്പിലാക്കുക എന്നത് ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നടക്കുന്ന ഈ പറഞ്ഞ യുദ്ധങ്ങളിൽ അല്ലെങ്കിൽ ബോധപൂർവ്വം ഉണ്ടാക്കുന്ന യുദ്ധങ്ങളിൽ ഉണ്ടാകുമെന്നുള്ള പാർട്ടി കൃത്യമായി വിലയിരുത്തുന്നു. ഇടതുപക്ഷ മുന്നേറ്റത്തെ സംബന്ധിച്ച് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു. പലയിടത്തും ഇടതുപക്ഷ മുന്നേറ്റം ഉണ്ടാകുന്നു. ചിലയിടത്ത് ഇടതുപക്ഷ പേര് പറഞ്ഞ് അധികാരത്തിൽ വരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം ആ നിലയിലാണോ പ്രവർത്തിക്കുന്നതെന്ന് സംബന്ധിച്ച് ലോകരാഷ്ട്രങ്ങളിൽ ചർച്ച നടക്കുന്ന സ്ഥിതി, അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യ മാർക്സ് അടക്കം ചർച്ച ചെയ്യപ്പെടുന്ന സ്ഥിതിയുണ്ട്. അപ്പോൾ ഈ സമ്മേളന കാലയളവിലാണ് ബ്രിട്ടനിൽ ഭരണമാറ്റം ഉണ്ടാകുന്നു. ഇന്ത്യൻ വംശജൻ കൂടിയായിട്ടുള്ള ബ്രിട്ടീഷുകാർക്ക് അവിടെ വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ എക്സിറ്റ് പോളുകൾ പ്രവചിച്ചെങ്കിലും തിരിച്ചടി ഉണ്ടാകുന്നു. ഫ്രാൻസിൽ മാക്രോണിന്റെ നേതൃത്വത്തിലുള്ളവർക്ക് ഭരണം നഷ്ടമാകുന്നു. വലിയ തിരിച്ചടി ബ്രിട്ടനിലും അതുപോലെ തന്നെ ഫ്രാൻസിലും ഉണ്ടാകുന്നു. അവിടെ അധികാരത്തിൽ വരുന്നത് ലേബർ പാർട്ടി അടക്കമുള്ള പാർട്ടികൾ അധികാരത്തിൽ വരുന്നുണ്ടെങ്കിലും പക്ഷെ അവരുടെ നയങ്ങൾ അവരും കഴിഞ്ഞ ഗവൺമെന്റുകൾ എന്ത് നയമാണോ സ്വീകരിച്ചത് ആ നയങ്ങൾ തന്നെ സ്വീകരിക്കുന്ന ഒന്നാണ് നമ്മുടെ പാർട്ടി വെല്ലുവിളിക്കുന്നത്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലാണ് അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ എല്ലാ കാലത്തും സാമ്രാജ്യത്തിനെതിരായ വലിയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന രാജ്യങ്ങളാണ്. അത് പനാമയാകട്ടെ, അർജന്റീനയും ബ്രസീലും അടക്കമുള്ള രാജ്യങ്ങൾ. ആ രാജ്യങ്ങളിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ അവിടെ ഇടതുപക്ഷ ഭരണങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ റഷ്യയുടെയും ചൈനയുടെയും ഭാഗത്ത് നിന്ന് ഒരുപാട് സഹായങ്ങൾ സ്വാഭാവികമായി ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രമെന്ന ചൈന ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്ക് വാണിജ്യ ആവശ്യങ്ങൾക്കും മറ്റുമായ സഹായങ്ങൾ നല്ല നോട് കൊടുക്കുന്നതാണ് പാർട്ടി. സോഷ്യലിസ്റ്റ് രാജ്യങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കപ്പെടുമ്പോൾ നിലവിൽ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളെന്ന് നമുക്ക് രേഖപ്പെടുത്താൻ വേണ്ടി കഴിയുന്നത് ചൈനയും വിയറ്റ്നാമും കൊറിയയും ക്യൂബയും ലാവോസ് അടങ്ങുന്ന 5 രാജ്യങ്ങൾ പൂർണ്ണമായി ഒരു ഇടതുപക്ഷ നിലപാട് സ്വീകരിച്ച് ഒരു സോഷ്യലിസ്റ്റ് നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന രാജ്യമായി. പക്ഷെ ആ രാജ്യങ്ങളെ സാമ്പത്തികപരമായൊക്കെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നത്. വെനസ്വേലയിൽ നിക്കോളാസ് മദുറോയുടെ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ പല ആവർത്തി അമേരിക്കൻ സാമ്രാജ്യത്വം ശ്രമിച്ചതിനെ സംബന്ധിച്ചൊക്കെ നമുക്ക് കൃത്യമായി ധാരണയുണ്ട്. ഞാനത് ദീർഘമായി വർത്തമാനം പറഞ്ഞ് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. റഷ്യയും ചൈനയും തമ്മിലുള്ള ബന്ധം കുറെ കൂടി ശക്തമായി വരുന്നത്. ചൈന ലോകത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തിയായി മാറി. ചൈനയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ അതുകൊണ്ട് എല്ലാ ചൈനയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളും അംഗീകരിക്കുന്നുണ്ട്. ചൈന ഈ ലോകത്തിലെ ഒരു പ്രധാനപ്പെട്ട സോഷ്യലിസ്റ്റ് രാജ്യമായി നിലനിൽക്കുന്നു. ആ നിലനിൽപ്പിൽ നിന്നുകൊണ്ട് ഒട്ടനവധിയായ പ്രവർത്തനങ്ങളിൽ ലോകത്തിലെ മറ്റൊരു രാഷ്ട്രങ്ങളെ സഹായിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം. അപ്പോൾ സ്വാഭാവികമായും
ലോകരാഷ്ട്രങ്ങളെ സംബന്ധിച്ച് മറ്റ് രാഷ്ട്രങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഇന്ത്യയുടെ അയൽരാഷ്ട്രങ്ങളിലെ നിലവിലെ രാഷ്ട്രീയ സ്ഥിതികളെ കുറിച്ചും നമ്മുടെ പാർട്ടി കൃത്യമായി കേട്ടു. നമ്മുടെ ഒന്ന് ബംഗ്ലാദേശ്, നമുക്കറിയാം ബംഗ്ലാദേശും പാകിസ്ഥാനും അടക്കമുള്ള രാജ്യങ്ങളിൽ വിവിധ ഘട്ടങ്ങളിൽ പട്ടാള അട്ടിമറികൾ നടന്ന സംഭവം ഉണ്ടായി. ഒടുവിൽ ഏറ്റവും കൂടുതലുണ്ടായത് ബംഗ്ലാദേശാണ്. നമ്മളെല്ലാം വാർത്താ ചാനലുകളുടെയും ദേശീയ മാധ്യമങ്ങളിലൂടെയും നമ്മുടെ പ്രാദേശിക മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടതാണ്. അവിടെ ഉണ്ടായിരുന്ന ഷെയ്ഖ് ഹസീനയുടെ ഭരണകൂടത്തെ അട്ടിമറിക്കുന്ന സ്ഥിതി ഉണ്ടായി. ആ ഭരണകൂടം അവിടെ അവസാനം ഷെയ്ഖ് ഹസീന ഉത്തർപ്രദേശിലേക്ക്, നമ്മുടെ രാജ്യത്തിലേക്ക് അഭയാർത്ഥികൾ പോലെ വരുന്ന സ്ഥിതിയിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിലേക്ക് പലായനം ചെയ്യുന്ന വിവിധ രാജ്യങ്ങളിൽ ആ നിലയിലേക്ക് രാഷ്ട്രീയ അഭയാർത്ഥികളായി ജനപ്രതിനിധികൾ വരുന്ന സ്ഥിതിയൊക്കെ എല്ലാ കാലത്തും. പാകിസ്ഥാനിലും നമുക്കറിയാം ഇമ്രാൻഖാന്റെ പാർട്ടി ആണ് അവിടെ അധികാരത്തിൽ വരുമെന്ന കാര്യം ഭൂരിപക്ഷവും ഓർക്കായിരുന്നു. മറ്റെല്ലാ ചെറിയ രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൂടെ ചേർന്നിട്ടാണ് അവിടെ പുതിയ പ്രസിഡന്റായി ഷഹബാസ് ഷെരീഫിനെ കണ്ടത്. അവിടെ നമുക്ക് പറയാം, നവാസ് ഷെരീഫ് പട്ടാള അട്ടിമറി നടത്തിയതിനു ശേഷം ആ രാജ്യത്തിന്റെ സ്ഥിതി വളരെ രൂക്ഷമായി. ആക്രമണങ്ങളും അതുപോലെ തന്നെ അകത്തുണ്ടാകുന്ന പ്രാദേശിക സംഘർഷങ്ങളും ഒക്കെ ആ രാജ്യത്തിന്റെ സ്ഥിതിയെ വളരെ മോശമാക്കുന്ന സ്ഥിതിയിലേക്ക് ഉണ്ടാക്കിയത്. ഇപ്പൊ മാലിദ്വീപിലുണ്ടായ മാറ്റങ്ങളെ സംബന്ധിച്ചൊക്കെ നമ്മുടെ പാർട്ടിക്ക് മുമ്പ് തന്നെ കൃത്യമായി രേഖപ്പെടുത്തി. നമ്മുടെ രാജ്യത്തിലേക്ക് വന്നാൽ ഞാൻ വളരെ ചുരുക്കിയാണ് പറയുന്നത്. നമ്മുടെ രാജ്യത്തിലേക്ക് വന്നാൽ നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതിയെ സംബന്ധിച്ച് വല്ലാതെ ആശങ്കപ്പെടുന്നൊരു കാലത്താണ് നമ്മൾ സമ്മേളനം ചെയ്യുന്നത്. കഴിഞ്ഞ സമ്മേളനം ചെയ്യുന്ന കാലത്ത് BJPക്ക് രാജ്യത്ത് ഒറ്റയ്ക്ക് ഭരിക്കാൻ വേണ്ടി കഴിയുന്ന ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. 2014 മെയ് മാസം 25-ാം തീയതിയാണ് ഈ രാജ്യത്ത് RSSന്റെ സംഘപരിവാരത്തിന്റെ BJPയുടെ എതിരെയുടെ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് രാജ്യത്ത് ആദ്യമായി അധികാരത്തിൽ. 10 വർഷം പിന്നിട്ട് ഇപ്പോൾ ഏകദേശം 10.5 വർഷം ഈ ഗവൺമെന്റ് മൂന്നാം ടേമിൽ കൂടി പരിശോധിക്കപ്പെടുമ്പോൾ 10.5 വർഷം പിന്നിടുകയാണ്. 2 ടേമിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഈ രാജ്യത്ത് സംഘപരിവാരത്തിന് RSSന് അധികാരത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ നില, സീറ്റിന്റെ എണ്ണം പരിശോധിച്ചാൽ അത്ര മെച്ചപ്പെട്ട നിലയിലല്ല BJP രാജ്യത്ത് അധികാരത്തിൽ വന്നത് എന്ന് നമ്മുടെ പാർട്ടി വിലയിരുത്തുന്നു. നമ്മുടെ പൊതുവിൽ അത് ശരി തന്നെയാണ് എന്ന് തന്നെയാണ് നമ്മുടെ സമൂഹവും വിലയിരുത്തുന്നത്. നോക്കൂ, എങ്ങനെയാണ് BJPക്ക് തിരിച്ചടികൾ ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ച് BJP എടുത്ത രാഷ്ട്രീയ നയസമീപനങ്ങളുടെ ഭാഗമായി ഹിന്ദി ഹൃദയഭൂമിയിൽ അടക്കം BJPക്ക് വലിയ തിരിച്ചടി ഉണ്ടായി. വലിയ തിരിച്ചടിയാണ് ഹിന്ദി ഹൃദയഭൂമിയിൽ അടക്കം ഉണ്ടായതെന്ന് പാർട്ടി കൃത്യമായി വിലയിരുത്തുന്നത്. ഈ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഏതെങ്കിലും നിലയിൽ ഏതെങ്കിലും ജനങ്ങൾക്ക് സഹായകരമാകുന്ന, വിദ്യാർത്ഥികൾക്കോ ബഹുജനങ്ങൾക്കോ യുവജനങ്ങൾക്കോ മറ്റ് ആഭാരവർഗം ജനങ്ങൾക്കും സഹായകരമാകുന്ന നിലപാടുകൾ സ്വീകരിച്ചിട്ടില്ല എന്നതാണ് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുന്നത്. പറഞ്ഞതെല്ലാം പൊള്ളയായ വാഗ്ദാനങ്ങളായിരുന്നു. 2014 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കും മുമ്പ് ഈ രാജ്യത്തോട് പറഞ്ഞത്, ഈ രാജ്യത്തെ ജനതയോട് പറഞ്ഞതെല്ലാം പൊള്ളയായ വാഗ്ദാനങ്ങളായിരുന്നു എന്ന് കഴിഞ്ഞ 10 വർഷത്തെ നരേന്ദ്രമോദിയുടെ 2 ടേമിലെ ഭരണം തെളിയിക്കുന്നു. തുടർന്ന് വരുന്ന നരേന്ദ്രമോദിയുടെ ഭരണവും അത് തന്നെയാണ് സ്വീകരിക്കുന്നത്. നമുക്ക് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നു, രാജ്യത്തെ ഏറ്റവും താഴെക്കടയിലുള്ള ആളുകളെ ആക്രമിക്കുന്നു, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ, മറ്റ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരെ ആക്രമിക്കപ്പെടുന്നു. ഇവിടെ മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഈ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. അത് നമ്മുടെ മുമ്പിലുണ്ടായ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് നമ്മുടെ കൺമുമ്പിൽ ഉണ്ടായി യാഥാർത്ഥ്യം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. മണിപ്പൂരിലെ സംഘർഷം അവസാനിപ്പിക്കാൻ വേണ്ടി ഇതുവരെയും കഴിയാത്തത് ഇപ്പോഴും നമ്മൾ ഈ സമ്മേളനം ചേരുമ്പോഴും മണിപ്പൂരിൽ ചെറുതുവലുതുമായ സംഘർഷങ്ങൾ ഉണ്ടാകുകയാണ്. മണിപ്പൂരിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ ഈ രാജ്യത്തെ ഭരണകൂടത്തിന് കഴിയാതെ വന്നത് ഈ ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടിയാണ്. അവിടെ ഈ രാജ്യത്തെ ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടിയാണ് ഈ സംഘർഷങ്ങൾ എല്ലാം അവിടെ ഉണ്ടായത്. 2 വിഭാഗക്കാർ, ഈ വിഭാഗം 2 വിഭാഗക്കാർ തമ്മിലുണ്ടായ സംഘർഷമാണ്. അതിന്റെ കാൽവഴികളിലേക്ക് കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. ആ സംഘർഷം ഇടക്കാലത്ത് കുറച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് ഒന്നുമില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ പൂർവാധികം ശക്തിയോടുകൂടി ആ പറഞ്ഞ നിലയിലേക്ക് മണിപ്പൂരിലെ സംഘർഷം മാറുകയാണ്. തങ്ങൾക്കെതിരായ നിലപാട് സ്വീകരിക്കുന്ന ആളുകളെ ആക്രമിക്കുകയാണ്. തങ്ങൾക്കെതിരായ നിലപാട് സ്വീകരിക്കുന്ന ആളുകളെ, തങ്ങൾക്കെതിരായ നിലപാട് സ്വീകരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഈ രാജ്യത്തെ ഭരണകൂടം ബോധപൂർവ്വം ശ്രമിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ സഞ്ജീവ് ഭട്ട് നമ്മൾ മറന്നുപോകാത്തൊരു മനുഷ്യനാണ്. ഗുജറാത്തിലൊരു IPS ഓഫീസറായിരുന്നു, എപ്പോഴും ജയിലിലാണ്. എത്രയോ ഈ രാജ്യത്തിന് വേണ്ടി ഒരുപാട് സേവനം ചെയ്ത ഒരുപാട് ആളുകളെ ജയിൽ അടക്കുകയാണ്. അപ്പൊ നമുക്കറിയാം, ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടുകളോട് CPI ഒരു യോജിപ്പില്ല. ആ പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഒരു
യോജിപ്പില്ല. അടവ് നയത്തിന്റെ ഭാഗമായി ആ പാർട്ടിയുമായി ചിലപ്പോൾ നമ്മുടെ ഏതെങ്കിലും നിലയിൽ ഒരു